കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് ലുക്കിംഗ് ഫോർ. ബുക്സ് മേടിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ബുക്ക് വെച്ചാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പേജ് നമ്പർ 83 നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വായിക്കാം, സെൻറ്റൻസ് വായിക്കാം. ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ്? നീ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണോ എന്നാണ് ഈ സെൻറ്റൻസിന് അർത്ഥം. 1 മിനിറ്റ് ഗ്രാമർ എന്ന രീതിയിൽ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ ഇതിനോട് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വീഡിയോ ഫുൾ കാണുന്ന റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നീ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണോ എന്ന് ഒരാളോട് ചോദിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സെൻറ്റൻസ് ആണിത്. അതും ഏറ്റവും ആവശ്യമുള്ളൊരു സെൻറ്റൻസ് ആണ്. ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ്? ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണോ? അപ്പോൾ നമുക്ക് ഒന്നുകിൽ അതിന് യെസ് ആൻസർ അല്ലെങ്കിൽ നോ ആൻസർ ആണ് പറയാൻ സാധിക്കുക. യെസ് ആൻസർ ആണ് നമ്മൾ പറയേണ്ടതെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്: അതെ, ഞാൻ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. യെസ്, ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. ഇവിടെ ഐ ആം എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കണം. ആം ലുക്കിംഗ് ഫോർ എ ജോബ്. നമ്മുടെ ആൻസർ നോ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നോ, ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ് എന്നാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഷോർട്ടാക്കാൻ പറ്റും. പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പാസ്റ്റ് സിറ്റുവേഷനിലും അതുപോലെ ഫ്യൂച്ചർ സിറ്റുവേഷനിലും കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്രസന്റ് സിറ്റുവേഷൻ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ ഓക്സ് വെബ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അവൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സബ്ജക്റ്റ് ഷീ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷീ ആക്കിയതിന് ശേഷം എന്ത് വ്യത്യാസം വരും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അവൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണോ. ഈസ് ഷീ ലുക്കിംഗ് ഫോർ എ ജോബ്? സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഓക്സ് വെബ് ഈസ് ഉപയോഗിച്ചത്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ് ആണ്. ഈസ് ഷീ ലുക്കിംഗ് ഫോർ എ ജോബ്? യെസ് ആൻസറും നോ ആൻസറും നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ രണ്ട് ഓപ്ഷനും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യെസ് ആൻസർ അല്ലെങ്കിൽ നോ ആൻസർ ആണ് നമ്മൾ പറയേണ്ടത്. അത് നമുക്കറിയാം, എന്നാലും ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അവൾ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. യെസ്, ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്. ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ഗുഡ് ജോബ്. അങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇല്ല, അവൾ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയല്ല. നോ, ഷീ ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ്. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഷീയും ഈസും നമുക്ക് മിക്സ് ചെയ്യാം. ഷീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഷീസ് ആണെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റില്ല. കാരണം ഷീ ഹാസ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെയാണ് അവിടെ എഴുതുക നമ്മൾ. അപ്പോൾ ഷീസ് ഇങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. അപ്പോൾ ഷീസ് പ്ലേഡ് എന്നാണെങ്കിൽ ഷീ ഹാസ് പ്ലേഡ് എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. ഷീസ് പ്ലേയിങ് എന്നാണെങ്കിൽ അത് ഷീ ഈസ് പ്ലേയിങ് എന്നാണ്. ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ നമ്മൾ ഡിക്ഷണറിയിൽ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളോട് കൊടുത്തിട്ടുണ്ട് ഷീ അപ്പോസ്ട്രോഫി എസ്. ഷീസ്. ഓക്കെ, ഇപ്പോൾ ഷീ ഈസ് ആണെങ്കിലും ഷീ ഹാസ് ആണെങ്കിലും നമ്മൾ ഷീസ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അതാണ്. ഈ 4 സെന്റൻസുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായൊരു ഐഡിയ കിട്ടും. ഷീസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അവൾ പാചകം ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. ഷീസ് കുക്കിംഗ് നൗ. ഓക്കെ, അത് ഫ്യൂച്ചറിലേക്കും ഉപയോഗിക്കുന്നുണ്ട്. ഷീസ് കുക്കിംഗ് ടുമാറോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. ഷീസ് കുക്കിംഗ് നൗ, ഷീസ് കുക്കിംഗ് ടുമാറോ. പ്രസന്റ് കണ്ടിന്യൂസ് ഫോം നമ്മൾ 2 സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് കൃത്യമായി നമുക്ക് നമ്മുടെ ബുക്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ബുക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ബുക്കിൽ യൂണിറ്റ് 26 നിർബന്ധമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഫ്യൂച്ചർ സിറ്റുവേഷനിൽ എങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാമെന്ന് കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. സോ ഷീസ് കുക്കിംഗ് ടുമാറോ, ഷീസ് കുക്കിംഗ് നൗ. ഇത് 2 സിറ്റുവേഷനിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് അതല്ല. ഷീസ് കുക്കിംഗ്. ഈ കുക്കിംഗ് എന്നത് കണ്ടാൽ മാത്രമേ ഇത് ഈസ് ആണോ ഹാസ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെർബിന്റെ ING ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇവിടെ ഷീ ഹാസ് കുക്കിംഗ് എന്നല്ല, ഷീ ഈസ് കുക്കിംഗ് എന്നാണ്.
ഷീ ഈസ് കുക്കിംഗ്. ഷീ ഈസ് കുക്കിംഗ് നൗ. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഷീ ഹാസ് കുക്ക്ഡ് ടുഡേ. അവൾ ഇന്ന് പാചകം ചെയ്തു എന്നാണ് ആ സെൻറ്റൻസിന് അർത്ഥം. അപ്പോൾ ഡിഡും ഹാവ് ഹാസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇതിനോട് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് യൂണിറ്റ് 20 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ബുക്കിൽ യൂണിറ്റ് 20 പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഷീ ഹാസ് കുക്ക്ഡ് ടുഡേ. അവൾ ഇന്ന് പാചകം ചെയ്തു. അപ്പോൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിയും ഷീ ഹാസ് കുക്ക്ഡ് ടുഡേ എന്നല്ല പറയുക, ഷീസ് കുക്ക്ഡ് ടുഡേ എന്നാണ്. അപ്പോൾ ഷീ ഹാസ് ഒന്നും അവിടെ കേൾക്കില്ല. അപ്പോൾ ഷീയും ഹാസും കൂടി മിക്സായി വരുന്ന ഫോമാണ് ഷീസ്. ഈ സിറ്റുവേഷനിൽ ഷീയും ഈസും കൂടി മിക്സ് ചെയ്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കുക്ക്ഡ് എന്നത് വെർബിൻ്റെ തേർഡ് ഫോം ആണ്. ഇവിടെ ഒരു കാരണവശാലും വെർബിൻ്റെ സെക്കൻഡ് ഫോം വരില്ല കേട്ടോ. ഇവിടെ വെർബിൻ്റെ തേർഡ് ഫോം ആണ്. വെർബിൻ്റെ തേർഡ് ഫോം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ ഇത് ഹാസ് ആണ്, ഇവിടെ ഈസ് അല്ല. അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഷീസ് കുക്ക്ഡ് ടുഡേ. അവൾ ഇന്ന് പാചകം ചെയ്തു. ഇതാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഓടിച്ച് വീഡിയോസ് കണ്ട് തീർക്കരുത്. കൃത്യമായി ബുക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ് ഒരു കാരണവശാലും വേഗത്തിൽ തീർക്കരുത്. വളരെ സിമ്പിളായ ടോപ്പിക്കാണെന്ന് നിങ്ങൾ മുമ്പ് കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യരുത്. പല കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യാം. കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്നതായിരിക്കും. നമ്മളിന്ന് ബുക്സ് വാങ്ങിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഓരോ വീഡിയോസായിട്ട് നമ്മൾ കാണാനുള്ള കാര്യം നോക്കണം. അതുപോലെ കൃത്യം ഓർഡർ മനസ്സിലാക്കണം. അപ്പോൾ നല്ല ഓർഡർ മനസ്സിലാക്കി പഠിച്ചാലാണ് വളരെ എഫക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഓർഡർ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ബുക്ക് വാങ്ങാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ 82815556 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വെറും 550 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. 2 ബുക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ടോപ്പിക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അവളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണോ? ഈസ് ഷീ ലുക്കിംഗ് ഫോർ എ ജോബ്? ആൻഡ് എസ് ആൻസർ യെസ്, ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്. അവൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈസ് ആണ് വരുന്നത്. ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്. നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ, നോ ആൻസർ ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇല്ല, അവൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയല്ല. നോ, ഷീ ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ്. ഷീ ഈസ് നോട്ട്. അപ്പോൾ ഷീയും ഈസും മിക്സ് ആവുമ്പോൾ ഷീസ് എന്ന് നമ്മളിവിടെ ആഡ് ചെയ്തു. ഇനി ഷീ ഈസ് നോട്ട്. ഈ 3 വാക്കുകൾ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഷീ മാറ്റി നിർത്താം, ഈസും നോട്ടും മിക്സ് ചെയ്യാം. ഈസും നോട്ടും മിക്സ് ചെയ്യുമ്പോൾ ഈസിൻറ്റ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്, ഈസിൻറ്റ്. നോ, ഷീ ഈസ് ഇൻ ലുക്കിംഗ് ഫോർ എ ജോബ്. അപ്പോൾ സെയിം മീനിങ് ആണ്. ഒന്നുകിൽ നമുക്ക് ഷീ ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ് എന്നോ ഷീ ഈസ് ഇൻ ലുക്കിംഗ് ഫോർ എ ജോബ് എന്നോ നമുക്ക് പറയാം. രണ്ടും സെയിം ആണ്. ഈ 2 രീതിയിലും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് നല്ല കാര്യമല്ല. കാരണം അപ്പോൾ ആ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാം, ഏറ്റവും ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മിക്സ് ചെയ്ത് വിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ്. ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്, ഷീ ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ്. അത് മതി. അതാണ് കുറച്ചും കൂടി എളുപ്പമായിരിക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അവൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയല്ല, ഷീ ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ് എന്നാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമുക്ക് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വീണ്ടും ദേ എന്ന സബ്ജക്റ്റ്, അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആർ എന്ന ഓക്സ്വർബാണ്. ആർ ദി ലുക്കിംഗ് ഫോർ എ കാർ ലോൺ? അവർ കാർ ലോൺ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട സെൻറ്റൻസ് ആണിത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ടൈപ്പ് സെൻറ്റൻസുകളാണ്. ആർ ദി ലുക്കിംഗ് ഫോർ എ കാർ ലോൺ? യെസ്, ദേ ആർ ലുക്കിംഗ് ഫോർ എ കാർ ലോൺ. അവരൊരു കാർ ലോൺ നോക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ടാക്കി കണ്ടു. ദേയും ആറും കൂടി മിക്സ് ആക്കുമ്പോൾ ദേ ആർ അങ്ങനെയാണ് പറയേണ്ടത്. യെസ്, ദേ ആർ ലുക്കിംഗ് ഫോർ എ കാർ ലോൺ. ഇനി നോ ആൻസർ ആണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ദേയും ആറും മിക്സ് ആക്കാം, ദേ ആർ. അതിനുശേഷം നോട്ട് ആഡ് ചെയ്തു. അതല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ദേ സെപ്പറേറ്റ് ആക്കുക, ആറും നോട്ടും
മിക്സ് ചെയ്യുക. പക്ഷെ ഇവിടെ ഉച്ചാരണം ശ്രദ്ധിക്കണം, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ആൻഡ് ആൻഡ് ഇങ്ങനെയാണ് അത് ഉച്ചരിക്കുക. നമുക്ക് പറയാം, അവരൊരു കാർ ലോണിന് വേണ്ടി നോക്കുന്നില്ല. ദേ ആർ നോട്ട് ലുക്കിംഗ് ഫോർ എ കാർ ലോൺ. ദേ ആർ ലുക്കിംഗ് ഫോർ എ കാർ ലോൺ. രണ്ട് രീതിയിലും പറയാം. നമ്മൾ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മതി. നല്ല ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ്. കാരണം രണ്ട് സെൻറ്റൻസുകളിലും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദേ ആർ നോട്ട്, ദേ ആർ ലുക്കിംഗ്, ദേ ആർ നോട്ട് ലുക്കിംഗ്. കണ്ടോ, കുറച്ചുകൂടി എളുപ്പം അതാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഇനി മറ്റ് സബ്ജക്റ്റുകൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് ബുക്കിലുണ്ട്, നിങ്ങളത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്കിവിടെ പാസ്റ്റ് സിറ്റുവേഷനിലും ഫ്യൂച്ചർ സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻസ് അയക്കണം. നിങ്ങൾ കമൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5 പേർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി വീഡിയോയിലും നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ബുക്സുകൾ നമുക്ക് എങ്ങനെ വാങ്ങാൻ സാധിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, പഴയ വീഡിയോസ് നമ്മൾ കാണാൻ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ക്വാളിറ്റി കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് അത് മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഇനി ഇത് കാണേണ്ടതില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 5 പ്ലേലിസ്റ്റുകളിലേക്കാണ്. നമുക്കത് കാണാൻ സാധിക്കും. 5 new words daily, 1 minute grammar, English grammar in Malayalam, English conversations, essential grammar in use. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ്. ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ ഏത് വീഡിയോസാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കറിയാം 5 new words daily, അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത വാക്കുകളുടെ കളക്ഷനാണ്. അതായത് 3000 വാക്കുകൾ വേണം. ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് 3000 വാക്കുകൾ വേണം. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം 5 വാക്കുകൾ വെച്ച് നമ്മൾ പഠിച്ചെടുക്കും. അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നാണ്. അപ്പോൾ അത് ഒന്നും മിസ്സാക്കരുത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്രാമർ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ്. 1 minute ഗ്രാമർ എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്ന പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും ബേസിക് ലെവലിൽ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക. കുറച്ചുകൂടി അഡ്വാൻസ് ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യം ഓർഡർ നമ്മുടെ ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടും. ബുക്സ് നിങ്ങൾ പരമാവധി മേടിക്കാൻ നോക്കണം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 550 രൂപ മാത്രമേ ചിലവ് വരുള്ളൂ. അത് മേടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് 4ാമത്തെ പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്. നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് നമ്മൾ കേട്ട് പഠിക്കുകയാണ്. മാക്സിമം ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഗ്രാമർ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഏതാണോ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നിങ്ങൾ വീഡിയോസ് കൂടുതൽ കാണേണ്ടത്. എല്ലാ വീഡിയോസും കാണുന്നതിൽ തെറ്റില്ല, പക്ഷേ കൂടുതൽ കാണേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പം നമ്മുടെ ആവശ്യമുള്ള പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഏറ്റവും ആദ്യം തൊട്ട് ഓരോന്നോരോന്ന് കണ്ടു തുടങ്ങുക. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. തിയറി, പ്രാക്ടീസ്, ആപ്ലിക്കേഷൻ, ഇതാണ് നമ്മുടെ മെത്തേഡ്. നമ്മൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തിയറി മനസ്സിലാക്കുന്നു, ഉറക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ വേണം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ. അപ്പോൾ തിയറി കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് ലഭിക്കില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ലഭിക്കുകയുള്ളൂ. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളിത് അപ്ലൈ ചെയ്യണം. കാരണം ആപ്ലിക്കേഷൻ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കില്ല. അപ്പോൾ അത് എങ്ങനെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുന്നത് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ 2 സ്പെഷ്യൽ ബുക്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ
പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് വെറും 550 രൂപ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ്, വെറും 30 മണിക്കൂറിനുള്ളിൽ 70% ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആ ബുക്കിനും നമുക്ക് വരുന്ന റേറ്റ് സെയിം ആണ്, 550 രൂപ. അതിനുവേണ്ടി സെയിം നമ്പറിലേക്ക് വിളിക്കാം. നമുക്കറിയാം, ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഡിഡ്, വുഡ്, കുഡ്, ഹാവ്, ക്യാൻ അങ്ങനെ പല ടൈപ്പ് സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 200ഓളം ടോപ്പിക്സുകളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായ ഒരു ഓർഡറിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബുക്സ് നിങ്ങൾ നിർബന്ധമായും വാങ്ങണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പം അതിന് മടി കാണിക്കരുത് നിങ്ങൾ. ഈ സെയിം നമ്പറിൽ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 82815556 എന്ന ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ. ഇത്ര മാത്രം മതി. മെസ്സേജ് ലഭിച്ചാൽ നിങ്ങളുടെ നമ്പർ ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ വീഡിയോസും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റ് അത് കാണാൻ സാധിക്കും. ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ടടിയിൽ തന്നെ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് പോവും. അതിൽ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ. കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല, കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യുക. പല സ്റ്റുഡൻസും ഇത് എങ്ങനെയാണ് പഴയ വീഡിയോസ് കാണാമെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോം പേജിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫ്രീ ആയി ലഭിക്കുന്ന ഇത്തരം വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഏതെങ്കിലും വീഡിയോസ് സെലക്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.